ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് ലൈബ. യെസ്. ഇതെന്താ അറിയോ, നമ്മളെന്തായാലും പറഞ്ഞില്ല, നമുക്കൊരു കുറച്ച് മാങ്ങ നമുക്ക് നല്ല പൈത്ത കിട്ടിയെന്നൊക്കെ. ഇന്ന് ആ പൈത്ത മാങ്ങ വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കി അയ്യോടാ, അത് വെച്ചിട്ടുണ്ടാക്കിയോ നല്ലത്. പിന്നെ ഏത് മാങ്ങ അത്? എന്താ പറയാ, ഏത് മാങ്ങ പറയാ? ഇതാ മാങ്ങന്നല്ല, പിന്നെ ഏതാ പറയേ? പച്ച മാങ്ങ അത്? പച്ചയും പഴുത്തതും കൂടെ മിക്സാ. പക്ഷെ എന്താ അറിയാ നിങ്ങക്ക്, ഞാൻ ഞെട്ടിപ്പോയി. കാരണം കടുമാങ്ങല്ല, മനസ്സിലായി, ഇത് വേറല്ലേ, സാധാ മാങ്ങ അല്ലേ. അപ്പൊ എന്തായാലും എന്തൊക്കെ ഐറ്റംസ് അവിടെ ഉണ്ടാക്കി വെച്ചത് കാണണം. സർപ്രൈസ് ആയി കാണിച്ചെടുക്കണോ? നിങ്ങൾ നോക്കിക്ക് എന്തൊക്കെ ഐറ്റംസാ ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. വെളുവോളം അമ്മി അല്ലേ? എന്റെ മമ്മി. യെസ്, മമ്മിയാണ്. നോക്കാൻ ഞാൻ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിന് മാത്രം ഞാൻ പോയിട്ടുണ്ട്. നോക്കി നിൽക്കാൻ പിന്നെ അതിന്റെ ഇടയ്ക്ക് കൂടി ഇത് എന്താ പറയാ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാനും ക്ലീൻ ആക്കാനും നമുക്ക് കാണിച്ചു വെക്കല. എന്താന്നുള്ള കാണിച്ചിട്ടോ, മാങ്ങ മുട്ടായി ലൈബ. കാണിച്ചെടുക്ക്. ഇന്റെ മോനെ, നൈസ് നൈസ്. അടി ഇത്ര പെട്ടെന്ന് നമ്മള് ഉച്ചക്ക് ഇട്ട് കണ്ടോ. മാങ്ങ മുട്ടായി ഗൈസ്, മാങ്ങ മുട്ടായി ഉണ്ടാക്കിയാണ് നിങ്ങള്. മാങ്ങ ഞാൻ പറഞ്ഞില്ല, മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ പലതരം സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെ ഇനി എന്തൊക്കെ സാധനം വരാണ്ട്, മാങ്ങ വെച്ചിട്ടൊരു ദോശ വരാണ്ട്. നോട്ടെ, നൈസ്. ഇത് കണ്ടോ, ഇതാണ് മാങ്ങ മുട്ടായി. നമ്മളെ ഇത് കുറച്ചുകൂടി പിന്നെ വെയിലൊക്കെ കൊള്ളാനുണ്ട്. പക്ഷെ എന്താ പറയാ, ഇനി ക്ഷമല്ല. നൈസാ. ഇവിടെ കൊറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 4 എന്താ പറയാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇത് പച്ചമാങ്ങ. തുറമാങ്ങ വെച്ചാല് എന്തൊക്കെ പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് ഡ്രൈ ആക്കും ചോറിനൊക്കെ. അതായത് ഇപ്പൊ ഉണ്ടാക്കിയപ്പോ അടുത്ത വെള്ളം വരെ യൂസ് ചെയ്യാം. അതന്നെ, മാങ്ങന്റെ സീസൺ കഴിഞ്ഞാലും യൂസ് ചെയ്യാം. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അത് അല്ലേ. നോക്കട്ടെ, പക്ഷെ ഇതിപ്പോ തിന്ന് തീരും. അത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കണ്. ഞാൻ നമ്മളവിടെ മുറ്റത്ത് ഇരിക്കുമ്പോ ഇങ്ങനെ നോക്കുന്നുണ്ട് വന്നിട്ട് ആയോ ആയോ എന്നുള്ളത്. ഇത് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്താ വീഡിയോയിൽ ലാസ്റ്റിലേക്ക് കൊടുക്കല്ലേ. ഉണ്ടാക്കുന്ന കുറച്ച് ഡാൽഡ കെട്ടുക്കേ, നെയ്യ് ഇട്ടു. അപ്പൊ നമുക്ക് ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കണം. എന്ത് നമ്മള് വെക്കുന്ന സാധനല്ലേ, അതായത് ഇത് ഉണങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കിട്ടണല്ലോ. അതുമല്ല ഞാൻ ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എത്ര കാലം വരെ ഇത് യൂസ് ചെയ്യാം? ഇതൊക്കെ എത്ര യൂസ് ചെയ്യാം? കാരണം നമുക്ക് ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, നമുക്ക് കുറെ അങ്ങനല്ല, കുറച്ച് മാങ്ങ കിട്ടിയിരുന്നു. കാരണം ഈ പൈത്ത മാങ്ങ നമുക്ക് അധികം വെക്കാൻ പറ്റില്ല. വിത്തിൻ എന്താ പറയാ 2-3 ദിവസം കൊണ്ട് വെടുക്കാവും. അപ്പൊ ഇതാ നമ്മൾ ഇതേമാതിരി എന്തൊക്കെ മുട്ടായി ഉണ്ടാക്കി വെക്കുക. അതേമാതിരി തന്നെ എന്താ പറയാ പുഡിങ്, ഇനി എന്തിനൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തില്ലേ, ഫ്രീസ് ചെയ്ത് വെച്ചിട്ട്. അത് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഐഡിയ. ഞാൻ അങ്ങനെ നോക്കുന്നില്ല, ഫ്രീസ് ചെയ്ത് വെക്കുന്നല്ലേ. നല്ല പഴുത്ത് വരുമ്പോ നമുക്ക് എല്ലാം കൂടി എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചിലപ്പോ 2 ദിവസം കഴിഞ്ഞ പൂതി മാങ്ങ ജ്യൂസ് അടിക്കണമെന്ന്. അപ്പൊ എന്താവും, മാങ്ങ ഉണ്ടാവില്ല, തീർന്നു കഴിക്കുന്നുണ്ടാവും. അതിന് നമ്മള് പഴുത്ത് കുറെ വരുന്ന സമയത്ത് എന്താക്കും, ഫ്രീസ് ചെയ്ത് വെക്കും. അതാകുമ്പോ നമുക്ക് എന്താ 5-6 മാസം യൂസ് ചെയ്തത് അല്ലേ? 5-6 ഫ്രീസ് ചെയ്താൽ യൂസ് ചെയ്യാം. എന്നാലൊരു സേഫ്റ്റിക്ക് വേണ്ടി 2 മാസം. ഇവിടെ ഒരാൾക്ക് കാത്തിക്കാനുള്ള ക്ഷമ ഒന്നും ഇല്ല. കാണിച്ചെടുക്ക, ഫുള്ളായിട്ട് വലുതായി കാണിച്ചെടുക്ക്. കണ്ടോ, ഇതാണ് കണ്ടോ മുട്ടായി. ഇനി ഇതിങ്ങനെ റോൾ ചെയ്ത് കഴിക്കും ലൈവ. ഇത് റോൾ ചെയ്ത് നമ്മൾ കുപ്പിയിൽ ഇട്ടേക്കും. എന്തിനാ? പക്ഷെ ഇത് കുപ്പിയിലേക്ക് പോകുന്ന എനിക്ക് തോന്നിയില്ല. അപ്പോഴത്തേക്ക് തിന്നും. ഇത് മാത്രല്ല കേട്ടോ, അപ്പുറത്ത് 3 അതേമാരത്തെ പ്ലേറ്റിൽ വേറെയും വെച്ചിട്ടുണ്ട്. നമ്മള് അതന്നെ, മുട്ടായി തിന്നും പോലെ പൂതി വരുമ്പോ തിന്ന. അതാകുമ്പോ മാങ്ങ എടുക്കാവേ ഇല്ല, നമുക്ക് പൂതി വരുമ്പോ തിന്നേം ചെയ്യാം. പക്ഷേ നമ്മളെ ഇംലി മുട്ടായിക്കല്ലേ, അതിന്റെ ഒരു ടേസ്റ്റാ. ചെറിയൊരു കട്ട് ഇംലി മുട്ടായിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. നൈസാന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റ് ഇരുന്നുണ്ടെങ്കില് ഇപ്പൊ ബാക്കിയുള്ള എത്ര ഫുള്ള് ഇരുന്നത് ഒറ്റയടിക്ക് തിന്നു തീർത്ത്. തിന്നിക്കൊന്നില്ല. അപ്പൊ ഇത് തിന്നാണ്ട് ആക്കി കാണുന്നൊക്കെ പോയി നമ്മൾ മുറിക്കുന്ന മാതിരി ഇരിക്കും നമുക്കിത് കിട്ടുന്ന. എരു ഞാനാട്ടെ, എരുണ്ട്, ചെറുതായിട്ടൊരു എരുണ്ട്, ചെറുതായിട്ട്. പക്ഷെ എരി വേണം, ഒരുണ്ടെങ്കിലേ രസം ഉണ്ടാവുള്ളൂ. നമ്മൾ പേര് കൊടുത്ത തന്നെ ചില്ലി മാംഗോ എന്നാലേ. പറയുന്നുണ്ടെങ്കിലോ ചില്ലി മാംഗോ. മാംഗോ മാങ്ങ മുട്ടായി എന്നല്ലേ പറഞ്ഞ?
അതിലെടുക്ക് ഇനി പറഞ്ഞു ചില്ലി മാംഗോ എന്നിട്ട്. ചില്ലി ഫ്ലെക്സ് ഇട്ടതാണ്. ആ ചില്ലി ഫ്ലെക്സ് ഇട്ടതാന്ന് പറഞ്ഞേ. അതിന് കൊടുത്തു ഞങ്ങക്ക് കുറച്ച്. അവിടെ ആളുടെ അവിടെ അതിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്കൂടെ? അപ്പൊ എന്താ പറയാ എന്താ ഇതേമാതിരി നല്ല സീസൺ കഴിയുന്നതിന് മുമ്പേ ഇത് വെച്ചിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കാം. പക്ഷെ അടുത്ത കൊല്ലത്തേക്ക് പറഞ്ഞു നിക്കാനൊന്നും ഉണ്ടാവില്ല, അപ്പോഴത്തേക്ക് തീർന്നു. എന്താ അടുത്ത് നിന്നല്ലോ. എന്നാലും ഇതേമാതിരി യൂസ് ചെയ്യാല്ലേ. കൊറേ നമ്മള് ഈ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറേ വേസ്റ്റ് ആയി പോകും. കാരണം നമുക്ക് ഒറ്റയടിക്ക് എന്തായാലും തിന്നു തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏറ്റവും ബെറ്റർ ആണ് ഇതേമാതിരത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. നിങ്ങൾ ഇതിന്റെ ഐഡിയ ഓടുന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് യൂട്യൂബ് ഒക്കെ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും റെസിപ്പി ഒക്കെ പറയാം. യൂട്യൂബ് ഉണ്ടാക്കിയാ ആരെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കും റെസിപ്പി. അപ്പൊ അത് നോക്കിയാൽ അങ്ങ് ഉണ്ടാക്കും. കഴിഞ്ഞ് അങ്ങനെ എല്ലാം എടുത്ത് വെച്ചതോ ഉണങ്ങി. ഇല്ല തിന്നുകില്ല, 2 ഷീറ്റ് വെയില് പോയി കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് കയറും. ഞാൻ ചുരുട്ടി വെക്കാന് സെറ്റ് ആക്കാം. ഇതെന്തിനുള്ളത്? മറ്റേ ഉപ്പിലിട്ടക്കാനല്ലേ? അല്ല തുറമാങ്ങ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ ചോറിനെ കൂട്ടി തിന്നുന്നത് അല്ലേ? ഭരണി ഇട്ടേക്കുന്നത്. അത് കൊറേ കാലം വരെ നിക്കും. അതല്ലേ? അത് നിങ്ങൾ ഈ അടുത്ത് നമ്മളെ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളെ വീട്ടിലില്ലേ അത്? ഉണ്ടേനു. അത് സീസൺ കഴിഞ്ഞാലും ഒക്കെ ഉണ്ടാവല്ലോ. അതിങ്ങനെ ഉണക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവൂല അല്ലേ? ഉണക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാങ്ങ ഒന്നും ആവില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാങ്ങ മുട്ടായി ഉണ്ടാക്കുന്ന പ്രോസസ്സിങ് കേട്ടോ. മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല പുളിയുള്ളതും അതുപോലെ തന്നെ മധുരമുള്ളതും എടുക്കണം. അതായത് നമുക്ക് ലാസ്റ്റ് ഉണ്ടായി വരുന്ന സമയത്ത് നല്ല പുളിയും മധുരവും എരിവൊക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ എടുത്താലേ റെഡി ആവുള്ളൂ. ഈ മാങ്ങ ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ലോണം അരച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് മധുരവും അതേപോലെ തന്നെ ചില്ലി ഫ്ലെക്സ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു അലുമിനിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ മൂടിയോ അല്ലെങ്കിൽ പ്ലേറ്റോ ഒക്കെ എടുത്തിട്ട് അതിൽ കുറച്ചൊരു നെയ്യ് അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ അങ്ങനെ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല കുറുക്കിയെടുക്കണം കേട്ടോ. അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നല്ലോണം നല്ല തിന്നായിട്ട് അതിൽ സ്പ്രെഡാക്കി കൊടുക്കുക. എത്രത്തോളം തിന്നാവുന്നു അത്രത്തോളം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഒരു സ്പാച്ചുലൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ ആവുന്ന രീതിയിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു മൂടിയിലേക്കൊക്കെ ഉള്ള മാതിരിയാണ് തോന്നുക. പക്ഷെ നമ്മൾ ആക്കി നമുക്കൊരു 3-4 മൂടി ഒരു പ്ലേറ്റ് ഒക്കെ ആയിട്ട് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കാനും നോക്കണം. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ അതിലേക്കൊന്നും ആക്കാണ്ട് കുറച്ച് എനിക്കിങ്ങനെ തൊട്ട് തിന്നാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉണക്കാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. പൊടിയൊന്നും പാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു 10 മാങ്ങ എടുത്തിട്ടുണ്ടാവും കേട്ടോ നമുക്ക് ഇത്രയും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ.